ഈ ബാലിയും സുഗ്രീവനും എങ്ങനെ വാനരന്മാരായി? അവരുടെ അച്ഛൻ ആരാണ്? അച്ഛൻ ആരാണെന്ന് പലർക്കും അറിയാം, എന്നാൽ ഇവരുടെ രണ്ടുപേരുടെ അമ്മ ഒരാളാ, അത് പലർക്കും അറിയില്ല. കഥ പറയാം, പക്ഷെ അത് ഓർത്ത് വെക്കണം കേട്ടോ, എന്നാലല്ലേ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ ചിലപ്പോൾ മറന്നുപോയി എന്ന് വരാം. പണ്ട് കശ്യപ പ്രജാപതിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, കദ്രു, വിനതയും. രണ്ടുപേരും മഹർഷിയോട് പുത്ര അഭ്യർത്ഥന നടത്തി. രണ്ടുപേരെയും മഹർഷി അനുഗ്രഹിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും, കദ്രു 1 മുട്ടയിട്ടു, വിനത 2 മുട്ടയിട്ടു. കദ്രുവിൻ്റെ മുട്ട വിരിഞ്ഞ് 1000 നാഗങ്ങൾ. വിനതയുടെ മുട്ട വിരിഞ്ഞില്ല. വിനത എന്ത് ചെയ്തു? ആ മുട്ട ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരാളുണ്ടായി. പക്ഷേ അരുണൻ, ഉരുവില്ല, ഉരു. അങ്ങനെ അരുണൻ എന്ന് പേരായി. മറ്റേ മുട്ട വിരിഞ്ഞ് ഉണ്ടായതാണ് ഗരുഡൻ. ഈ അരുണൻ സൂര്യൻ്റെ തേരാളിയായി. അതിനും ഒരു കാര്യമുണ്ട്. സൂര്യൻ്റെ തേജസ് വല്ലാണ്ട് വർദ്ധിച്ചപ്പോൾ അത് ജീവജാലങ്ങൾക്ക് താങ്ങാൻ പറ്റാതെയായപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അരുണ നീ പോയി സൂര്യൻ്റെ തേരാളിയാവണം. അതാണ് നമ്മൾ ആദ്യം അരുണോദയം കാണുന്നത്, എന്നിട്ടേ നമ്മൾ സൂര്യോദയം കാണുന്നുള്ളൂ. അങ്ങനെ സൂര്യൻ്റെ തേരാളിയായി വർത്തിക്കുമ്പോൾ ഒരു ദിവസം അരുണൻ ഒരു ദിവസം വേറൊരു കഥയുണ്ടായി അതിൻ്റെ ഇടയിൽ. ശീലാവതി ഒരു ശാപം കൊടുത്തു ഭർത്താവിനെ രക്ഷിക്കാൻ. ആ കഥ ഇപ്പോൾ പറയുന്നില്ല കേട്ടോ, പിന്നെ പറയാം. ശീലാവതി ശാപം എന്തായിരുന്നു അറിയോ? നാളെ സൂര്യൻ ഉദിക്കാതെ പോട്ടേന്ന്. അപ്പോൾ ആകെ ഇരുട്ടായി. സൂര്യൻ ഉദിക്കാതെ ഇരുന്നപ്പോൾ അരുണന് ഒരു ഇടവേള കിട്ടി, അപ്പോൾ വിശ്രമത്തിന്. അപ്പോഴാണ് അരുണൻ കേട്ടത് ദേവലോകത്ത് ദേവസ്ത്രീകളുടെ ഒരു നൃത്തം നടക്കുന്നുണ്ടെന്ന്. എന്നാൽ അതുപോയി ഒന്ന് കണ്ടാലോ? അപ്പോഴാണ് കേട്ടത് സ്ത്രീകളെ മാത്രമേ അങ്ങോട്ട് കയറ്റുള്ളൂ എന്ന്. അപ്പോൾ അരുണൻ ഒരു സ്ത്രീവേഷം ധരിച്ച് നൃത്തം കാണാൻ പോയി. ആ സ്ത്രീവേഷത്തെ കണ്ട് മോഹിച്ച് ദേവേന്ദ്രൻ അരുണനെ പ്രാപിച്ചു. അതിലുണ്ടായി ഒരു പുത്രൻ. വേഗം അരുണൻ എന്ത് ചെയ്തു? ആ കുട്ടിയെ എടുത്ത് അഹല്യയെ ഏൽപ്പിച്ചു, ഗൗതമൻ്റെ ഭാര്യ അഹല്യയെ നോക്കാൻ. വീണ്ടും സൂര്യലോകത്തെത്തി. സൂര്യലോകത്ത് വരാൻ താമസിച്ചപ്പോൾ സൂര്യദേവൻ ചോദിച്ചു, എന്താണ് വരാൻ വൈകിയത് അരുണ? അപ്പോൾ അരുണനുള്ള വിവരമൊക്കെ പറഞ്ഞു. എന്നാൽ ആ രൂപം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ആ രൂപം കാണിച്ചപ്പോൾ സൂര്യദേവനും ഇഷ്ടമായി. അപ്പോൾ അതിലും ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയെയും അരുണൻ അഹല്യയെ ഏൽപ്പിച്ചു. അങ്ങനെ അഹല്യ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഗൗതമ മഹർഷിക്ക് ഇഷ്ടമായില്ല. ഗൗതമ മഹർഷി എന്തു ചെയ്തു? ശപിച്ചു, വാനരന്മാരാവട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിഷ്കിന്ധയിലെ ഒരു രാജാവ്, ഋഷരജസ് എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ട്. ആ രാജാവിന് കുട്ടികളില്ലാണ്ടിരിക്കുകയായിരുന്നു. രാജാവ് ചെന്ന് ഇന്ദ്രനോട് പറഞ്ഞു, 2 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, വനത്തിൽ വാനരന്മാരായിട്ടുണ്ടെന്ന് കേട്ടു, അവരെ ഞാൻ കൊണ്ടുപോയി എൻ്റെ കുട്ടികളായി വളർത്തട്ടെ എന്ന് പറഞ്ഞു. സന്തോഷത്തോടുകൂടി ഇന്ദ്രൻ അഹല്യയുടെ അടുത്ത്. അഹല്യ പറഞ്ഞു, കുട്ടികളെ കാണാനില്ല, ശപിച്ച് വാനരന്മാരാക്കി അവർ കാട്ടിലേക്ക് പോയിന്ന്. വിഷമിച്ച് ഇന്ദ്രൻ കാട്ടിൽ ചെന്ന് അന്വേഷിച്ച് ഇവരെ കണ്ടെത്തി. അതിൽ ഒരുവന് വാല് വളരെ നീളമുള്ളതുകൊണ്ട് വാലി എന്ന് പേരിട്ടു. പിന്നീട് ബാലി എന്ന് വിളിച്ചു. നല്ല കഴുത്തുള്ളവനെ സുഗ്രീവൻ എന്നും വിളിച്ചു. ഇവരെ 2 പേരെയും ഋഷരജസിന് കൊടുത്ത് ഋഷരജസ് വളർത്തി. അങ്ങനെ പിന്നീട് ബാലി, മൂത്തവനായ ബാലിയെ കിഷ്കിന്ധയുടെ രാജാവായി വാഴിച്ചു. ഇതാണ് കഥ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ശരി കേട്ടോ.